ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിറ്റ് ലാബ് ലേണിംഗ്. ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് മോട്ടിവേഷൻ്റെ തിയറീസ് എന്നാണ് നോക്കുന്നത്. നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ളതായിരിക്കും, വാട്ട് ആർ ദ മോട്ടിവേഷണൽ തിയറീസ് എന്ന്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും രണ്ട് മോട്ടിവേഷൻ തിയറിയാണ് സംസാരിക്കുന്നത്. അതിലൊന്നാമത്തെ തിയറിയാണ് മാസ്ലോസ് ഹൈറാർക്കി തിയറി അല്ലെങ്കിൽ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നത്. എന്താണ് മാസ്ലോവിൻ്റെ ഹൈറാർക്കി തിയറി എന്ന് നോക്കാം. അബ്രഹാം ഹാരോൾഡ് മാസ്ലോ ആണ്, അതായത് ഒരു US സൈക്കോളജിസ്റ്റ് ആണ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഏത് വർഷം? 1943 ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു തിയറി പറയുന്നത് പ്രകാരം ഓരോ മനുഷ്യൻ്റെയും നീഡ്, അതായത് വ്യക്തികളുടെ താല്പര്യം അല്ലെങ്കിൽ അവരുടെ ആവശ്യം ഒരു ഡിഫറെൻ്റ് ആയിട്ട് 5 ലെവലിൽ ഹൈറാർക്കി ഓർഡറിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ നമ്മൾ ഹൈറാർക്കിയായി നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തേതാണ് ഫിസിയോളജിക്കൽ നീഡ്, ആൻഡ് നെക്സ്റ്റ് ആണ് സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്, എസ്റ്റീം നീഡ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പം ഇത് എന്താണെന്ന് നമുക്ക് ഓരോന്നും എടുത്ത് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഫിസിയോളജിക്കൽ നീഡ്. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഏത് തരത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും, എവിടെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും, വർക്കർ ആണെങ്കിലും, എംപ്ലോയി ആണെങ്കിലും, മാനേജർ ആണെങ്കിലും, ആ ഒരു വ്യക്തിയുടെ ഫസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള നീഡ്സ് ആണ്. ഫിസിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശപ്പാകാം, ദാഹമാകാം, അതുപോലെ തന്നെ ഷെൽട്ടർ ആകാം. അത് ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ നീഡായിട്ടുള്ള പല തരത്തിലുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ നീഡായിട്ടുള്ള റീപ്രൊഡക്ഷൻ ആയിട്ടുള്ള നീഡാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബോഡിലി നീഡ്സ്, അതായത് വ്യക്തിപരമായിട്ട് ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക എന്നതാണ് ഫസ്റ്റ് ഹൈറാർക്കി, അതായത് ഫിസിയോളജിക്കൽ നീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ നീഡാണ് സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്. അതായത് അദ്ദേഹത്തിൻ്റെ വിശപ്പും ദാഹവും എല്ലാം തന്നെ അടഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് അദ്ദേഹത്തിന് വേണ്ടത് എന്താണ്? സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം മേർഡർ, അതായത് കൊല ചെയ്യപ്പെടാൻ സാഹചര്യങ്ങളിൽ നിന്നുള്ള രക്ഷപ്പെടൽ, അതുപോലെ തന്നെ ഫയർ, ആക്സിഡൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു സെക്യൂരിറ്റി സെൻസ്, അതുപോലത്തെ സെക്യൂരിറ്റി അഗെയിൻസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ എന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ നീഡ്. ഈ ഒരു നീഡ്, ഇതിനെയാണ് നമ്മൾ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വണ്ണാണ് സോഷ്യൽ ആൻഡ് ലവ്. അതായത് സേഫ്റ്റിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി നീഡും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നെക്സ്റ്റ് ഉള്ളതാണ് സോഷ്യലായിട്ട് അദ്ദേഹം പരിഗണിക്കപ്പെടുക എന്നുള്ളത് കാര്യം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുണ്ടാവുക, അതുപോലെ തന്നെ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുക, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് പറയുന്ന പേരാണ് ഇറ്റ്സ് കോൾഡ് അഫിലിയേഷൻ നീഡ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് കൺസിസ്റ്റ് ഓഫ് നീഡ് ഫോർ ലവ്, അഫെക്ഷൻ, ബിലോങ്നെസ് ആൻഡ് അസോസിയേഷൻ വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഇൻ അതർ സോഷ്യൽ ഗ്രൂപ്പ്. ഒരു പലതരത്തിലുള്ള ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും മറ്റ് പലരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഒറ്റക്കല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കടക്കാനുണ്ട് എന്നുള്ളത് ആ ഒരു സാറ്റിസ്ഫൈ ചെയ്യിക്കുക, ആ ഒരു നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നതാണ് സോഷ്യൽ ആൻഡ് ഓർ ലവ് ആൻഡ് അഫെക്ഷൻ എന്നല്ലെങ്കിൽ സോഷ്യൽ നീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് വണ്ണാണ് എക്സ്റ്റീം ഓർ ഈഗോ നീഡ്. ഈ ഒരു സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഇതാണ് സെൽഫ് റെസ്പെക്റ്റ് ഓർ സെൽഫ് കോൺഫിഡൻസ് ഓർ ഫീലിംഗ് ഫോർ പേഴ്സണൽ വർത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിയുടെ സോഷ്യലായിട്ടുള്ള നീഡിനെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ആ ഒരു വ്യക്തി ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് സെൽഫ് റെസ്പെക്റ്റ്. അദ്ദേഹം വലിയൊരു ഓക്കെ ആണ്, ഞാൻ എന്നൊരു വ്യക്തി ഓക്കെ ആണ് എന്നുള്ളൊരു തോന്നൽ, എനിക്ക് എന്നോടുള്ളൊരു റെസ്പെക്റ്റ്. അദ്ദേഹം അതായത് ഇപ്പോൾ മാനേജ്മെൻറ്റ് ലെവലിലൊക്കെ ആണെങ്കിൽ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ എംപ്ലോയീസോ മാനേജേഴ്സോ ആരും തന്നെ ആകട്ടെ, അദ്ദേഹത്തിൻ്റെ ഡിസിഷന് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം എന്നുള്ളൊരു നീഡ്, അദ്ദേഹത്തിൻ്റെ നീഡ്. അപ്പം അദ്ദേഹം ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഒരു ഡിസിഷൻ, അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻ ആ ഒരു ഓർഗനൈസേഷൻ ടേക്ക് ചെയ്യണമെന്നത് അദ്ദേഹത്തിൻ്റെ നീഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നീഡിനെ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു എസ്റ്റീം അല്ലെങ്കിൽ ഒരു ഈഗോ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫോർത്ത് ലെവലായിട്ട് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ ലെവലാണ് സെൽഫ് ആക്ച്വലൈസേഷൻ ഓർ സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡ്. ഇങ്ങനെയുള്ള വ്യക്തികളുടെ എല്ലാ ആവശ്യവും, അതായത് വീട്, ഫുഡ്, ഫസ്റ്റ് ലെവലിൽ ഫുഡ്, നെക്സ്റ്റ് സേഫ്റ്റി, 3 സോഷ്യലായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് ഫോർത്ത് എസ്റ്റീം ഓർ ഈഗോ നീഡ്, വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സാലറി കിട്ടുന്ന ജോലി കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ലാസ്റ്റ് വണ്ണാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു
മാനസികമായിട്ട് അല്ലെങ്കിൽ എല്ലാ തരത്തിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു വേറൊരു അൾട്ര ലെവലിലേക്ക് പോകുന്നു എന്നതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഈ സെൽഫ് ആക്ച്വലൈസേഷൻ ഈസ് നീഡ് ടു മാക്സിമൈസ് വൺസ് പൊട്ടൻഷ്യൽ വെദർ ഇറ്റ് ഇസ് മേ ബി ടു ഫുൾഫിൽ വാട്ട് പേഴ്സൺ കൺസിഡർ ടു ഹിസ് റിയൽ മിഷൻ ഇൻ ലൈഫ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എത്തുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഈ ഒരു മാസ്ലോൻ്റെ നീഡ് ഹൈറാർക്കി തിയറി അല്ലെങ്കിൽ നീഡ് ഹൈറാർക്കി തിയറി ഓഫ് മാസ്ലോ എന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ തിയറിയാണ് ഹൈസ്ബർഗ്സിൻ്റെ 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ ഹൈജീനിക് മോട്ടിവേഷൻ തിയറി എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് 2 ഫാക്ടർ തിയറി എന്ന് നോക്കുകയാണെങ്കിൽ, മോട്ടിവേഷൻ ഹൈജീനിക് തിയറി പ്രൊപ്പോസ്ഡ് ബൈ ഫെഡറിക് ഹെർസ്ബർഗ് ആണ് ഈ ഒരു ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1959 ഈ ഒരു സൈക്കോളജിസ്റ്റ് ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഹെർസ്ബർഗിൻ്റെ 2 ഫാക്ടർ തിയറിയിൽ പ്രധാനമായിട്ടും ഹൈജീനിക് ഫാക്ടറും അതുപോലെ തന്നെ മോട്ടിവേഷണൽ ഫാക്ടറും ഉണ്ട്. ഈ ഒരു ഫാക്ടേഴ്സിനെ ഹൈജീനിക് ഫാക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയി വർക്ക് ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു എംപ്ലോയിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന പ്രധാനമായിട്ടുള്ള ഹൈജീനിക്, അദ്ദേഹം നല്ല ക്ലീൻ സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ സേഫ്റ്റിയോട് കൂടിയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിൻ്റെ നീഡാണ്. ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ഒരു ഡിസ്സാറ്റിസ്ഫാക്ടർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളെ പരിഗണിക്കുന്ന ഒരു ലെവല്, ഉദാഹരണത്തിന് സാലറി. ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് സാലറി ഉണ്ട്. അതിൽ താഴേക്ക് ആ ഓർഗനൈസേഷൻ അദ്ദേഹം സാലറി കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറയും. അതുപോലെ തന്നെ സേഫ്റ്റി, അദ്ദേഹം ആ ഒരു ഓർഗനൈസേഷനിൽ പ്രതീക്ഷിക്കുന്ന ഒരു എംപ്ലോയി പ്രതീക്ഷിക്കുന്ന ഒരു സേഫ്റ്റി ലെവലുണ്ടാവും, സെക്യൂരിറ്റി ലെവലുണ്ടാവും. അതിലും താഴെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്കിൽ, അദ്ദേഹത്തിന് സേഫ്റ്റി കണ്ടീഷൻ വളരെ മോശമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ നിന്ന് താഴോട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ താഴോട്ട് വരും എന്നതാണ് ഈ ഒരു ഹൈജീനിക് ഫാക്ടർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വണ്ണാണ് മോട്ടിവേഷണൽ ഫാക്ടർ. ഹൈജീനിക് ഫാക്ടറും മോട്ടിവേഷണൽ ഫാക്ടറും ഉണ്ട്. അപ്പോൾ മോട്ടിവേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അതായത് റെക്കഗ്നിഷൻ, ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിന് അറിയപ്പെടുക, അതുപോലെ തന്നെ ജോബ് സ്റ്റാറ്റസ്, പെർഫോമൻസ്, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ്, അച്ചീവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്യപ്പെടും എന്നതാണ് ഈ ഒരു മോട്ടിവേഷൻ ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട ഇതായിട്ടുള്ള പരിഗണനകൾ കൊടുക്കുക എന്നതാണ് മോട്ടിവേഷൻ ഫാക്ടർ എങ്കിൽ, നെക്സ്റ്റ് ഹൈജീനിക് ഫാക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ നിന്നും താഴെയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എങ്കിൽ, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി കിട്ടുന്നത് എങ്കിൽ അവിടെ സാറ്റിസ്ഫാക്ഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ ആ മോട്ടിവേഷൻ കൂടാനും ചാൻസ് ഉണ്ട് എന്നതാണ് ഈ ഒരു 2 ഫാക്ടർ തിയറിയിൽ പറയുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. താങ്ക് യു.